മതസഹിഷ്ണുത പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാന സിദ്ധാന്തമാണ്. ടിപ്പുവിന്റെ പ്രസംഗം മതത്തിൽ നിർബന്ധമില്ല എന്ന തത്വം ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്നു. ശരിയായ വിവേചനശീലം തെറ്റിൽ നിന്നും വ്യതിരിക്തമാണ്. മറ്റൊരു മതത്തിന്റെ വിഗ്രഹങ്ങളെ നിന്ദിക്കരുതെന്ന് ഖുർആൻ നിങ്ങളെ ഉണർത്തുന്നു. ഖുർആൻ പറയുന്നത് അവർ പ്രാർത്ഥിക്കുന്നതിനെ നിങ്ങൾ നിന്ദിക്കാതിരിക്കുക, അവർ അജ്ഞത മൂലം തെറ്റായ രീതിയിൽ അള്ളാഹുവിനെ നിന്ദിക്കാതിരിക്കാനായി എന്നത്രേ. തെറ്റ് ചെയ്യുന്നവരോടല്ലാതെ വേദങ്ങളുടെ ആൾക്കാരുമായി വാദിക്കരുത് എന്ന് ഖുർആൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നല്ല കാര്യങ്ങളിൽ നിങ്ങൾ അന്യോന്യം മത്സരിക്കണമെന്നാണ് ഖുർആൻ പ്രതീക്ഷിക്കുന്നത്. ഓരോ കാര്യത്തിനും നാം ദൈവിക നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു എന്നും മാർഗം കാണിച്ചു തന്നിരിക്കുന്നു എന്നുമാണ് ഖുർആൻ പറയുന്നത്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവന് നിങ്ങളെ ഒരേ ഒരു സമുദായമാക്കി തീർക്കാമായിരുന്നു. അതിനാൽ നല്ല കാര്യങ്ങളിൽ മത്സരിക്കുക. വേദങ്ങൾ നൽകപ്പെട്ട ആളുകളോട് നിങ്ങൾ ഇതിനെ പറയണമെന്നാണ് ഖുർആൻ കരുതുന്നത്. ഞങ്ങൾക്ക് അവതീർണമായ ഒന്നിലും നിങ്ങൾക്ക് അവതീർണമായ ഒന്നിലും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ദൈവവും നിങ്ങളുടെ ദൈവവും ഒന്നു തന്നെയാണ്. ക്രിസ്ത്യാനികളോടുള്ള ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താന്റെ പ്രസംഗമാണിത്. അവന് മുമ്പാകെയാണ് ഞങ്ങൾ നമിക്കുന്നത്. ദൈവത്തിൽ നിന്ന് ലഭിച്ച ഈ നിയമങ്ങൾ നാം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി കാത്തു സൂക്ഷിക്കുന്നു. ഈ നിയമത്തിന്റെ അടിത്തറ മനുഷ്യന്റെ മനസ്സിലും യുക്തിചിന്തയിലും മനുഷ്യ സാഹോദര്യത്തിലുമായി ഹൈന്ദവ വേദങ്ങളും നാം ആദരപൂർവം വായിച്ചു പഠിച്ചിട്ടുണ്ട്. വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുവെങ്കിലും ഏകനായ ദൈവത്തിലുള്ള വിശ്വാസം പ്രകടിപ്പിക്കുകയും സർവലൗകികമായ ഏകതയിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവയാണവ. ഹൈന്ദവ വേദങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട ഷഹീദ് ടിപ്പു സുൽത്താന്റെ ഏറ്റവും പ്രാമാണികമായ ഒരു കമന്റ്, അതിൻ്റെയും ബേസ് ഏകദൈവ വിശ്വാസം തന്നെയാണ്. മതത്തിന്റെ മേലങ്കി അണിഞ്ഞ ചില ആളുകൾ ഈ സാമ്രാജ്യത്തിന്റെ അതിരുകൾക്കുള്ളിൽ കടന്നു വന്ന് വിവിധ മതങ്ങൾ തമ്മിലുള്ള വിദ്വേഷത്തിന്റെ കപടവും ദൈവവിരുദ്ധവുമായ സിദ്ധാന്തങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്ന കാര്യം നമ്മെ വ്യഥിതനാക്കുന്നു. അതിനാൽ മൈസൂർ സാമ്രാജ്യത്തിനുള്ളിൽ വെച്ചും ഏതെങ്കിലും ഒരു മൈസൂർക്കാരൻ സാമ്രാജ്യത്തിന്റെ പുറത്തു വെച്ചും മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ആരോടെങ്കിലും വിവേചനം കാണിക്കുന്നത് ഈ ദിവസം മുതൽ നിയമവിരുദ്ധമാണെന്ന് ഇതിനാൽ നാം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ആരുടെ? ബഹുമാനപ്പെട്ട ഷഹീദ് ടിപ്പു സുൽത്താന്റെ സ്റ്റേറ്റ്മെന്റ്. ഇത് ഖുർആന്റെ അടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് എഴുതിയത് ഭഗവാൻ എസ് ഗിദ്വാനിയാണ്. നമ്മളെല്ലാവരും ഇത് ഗൗരവമായി ചിന്തിക്കണം. ഇതിൽ വേറെയും ചില ഭാഗങ്ങൾ പറയുന്നുണ്ട്. മതസഹിഷ്ണുതയുടെ ഉത്തമ ഉദാഹരണങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. മാറുമറക്കുന്ന കാര്യത്തിൽ ഒരു വ്യത്യാസം, മാറുമറക്കാതെ നടക്കുക എന്നത്. ഒരു കാലത്ത് ഹൈന്ദവ സഹോദരിമാർ മാറുമറക്കാതെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വെള്ളക്കാർക്ക് അത് ഏറ്റവും വലിയ സമൃദ്ധമായ സദ്യയായിരുന്നു. ടിപ്പു സുൽത്താൻ മാറുമറക്കണമെന്ന നിയമം ഹിന്ദുക്കൾക്കിടയിൽ കൊണ്ടുവന്നപ്പോൾ ആദ്യമായി എതിരെ പ്രതികരിച്ചത് ഇവിടുത്തെ സായിപ്പന്മാരായിരുന്നു എന്ന് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മാറുമറക്കാത്ത ഹൈന്ദവ യുവതികളെ കാണുക എന്നത് മലബാറിൽ വരുമ്പോൾ അവരുടെ ഒരു വിനോദമായിരുന്നു. അതിനെതിരെ ആദ്യമായി നിയമം കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ഷഹീദ് ടിപ്പു സുൽത്താനാണ്. 1785 ടിപ്പു സുൽത്താൻ മലബാർ ഗവർണർക്ക് അയച്ച കത്ത് മലബാറിലെ ചില സ്ത്രീകൾ മാറുമറക്കുന്നില്ല എന്ന കാര്യം നമ്മെ വേദനിപ്പിക്കുന്നു. എന്തൊരു വൃത്തികെട്ട കാഴ്ചയാണ്! നല്ലതായ അഭിരുചിക്കും സദാചാരത്തിനും ചേരാത്ത ഒന്നാണത്. സ്ത്രീകൾ അരക്ക് മുകളിൽ മറക്കുന്നില്ല എന്ന ആചാരം പുലർത്തുന്ന ഒരു വർഗത്തിലെ സ്ത്രീകളാണ് ഇവർ എന്നാണല്ലോ പറയുന്നത്. പക്ഷേ എനിക്കതിൽ അതിശയം തോന്നുന്നു. പണ്ട് മുതലെയുള്ള ഒരു ആചാരം എന്ന നിലക്കാണോ അതോ ഈ വർഗത്തിന്റെ ദാരിദ്ര്യം മൂലമാണോ ഇവർ ഇങ്ങനെ ചെയ്യുന്നത്? രണ്ടാമത് പറഞ്ഞതാണ് കാരണമെങ്കിൽ അവർക്ക് വേണ്ടതെല്ലാം നൽകാൻ ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നു. അതുവഴി അവരുടെ സ്ത്രീകൾ മാന്യമായി വസ്ത്രധാരണം ചെയ്യട്ടെ. അതല്ല, ഇത് പണ്ട് മുതലൊക്കെ നിലനിന്നിരുന്ന ഒരാചാരമാണെങ്കിൽ ആ വർഗത്തിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സെന്റൻസ് ആണിത്. ശ്രദ്ധിക്കണേ. ഒരു മാറുമറക്കുക എന്നത് സത്യത്തിലെ ഒരു സദാചാരപരമായ നിയമമാണ്. ഒരു രാജാവിന് ആ നിയമം കൊണ്ടുവരാൻ അധികാരമുണ്ട്. പക്ഷേ അവിടെ പോലും കാണിക്കുന്ന സൂക്ഷ്മത എത്ര ഗൗരവമാണെന്ന് നാം ഓരോരുത്തരും ആലോചിക്കണം, വളരെ ചിന്തിക്കണം.
അതല്ല പണ്ട് മുതൽക്കേ നിലനിന്നു വരുന്ന ഒരാചാരമാണെങ്കിൽ ആ വർഗത്തിന്റെ മതനേതാക്കളുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരാചാരം ഇല്ലാതാക്കുവാൻ താങ്കളുടെ സ്വാധീന ശക്തി പ്രയോഗിച്ചു നോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. മതനേതാക്കളുമായി ബന്ധപ്പെടണം. ഈ ആവശ്യത്തിന് വേണ്ടി അവരുടെ മതവികാരത്തിന് കോട്ടം തട്ടാത്ത വിധത്തിൽ സൗഹൃദപൂർവമായ നിർബന്ധങ്ങൾ ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. മലബാർ ഗവർണർക്ക് 1785 ടിപ്പു സുൽത്താൻ, ഷഹീദ് ടിപ്പു സുൽത്താൻ അയച്ച കത്താണ്. ഇതൊക്കെ ഭഗവാൻ എസ് ഗിദ്വാനിയുടെ ദി സൈഡ് ഓഫ് ടിപ്പു സുൽത്താനിൽ നിന്നാണ് വായിച്ചിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ മതസഹിഷ്ണുതയുടെ പിന്നാലെയായിരുന്നു ഒരു പച്ചയായ ഒരു മുസ്ലിമായിരുന്നു ഷഹീദ് ടിപ്പു സുൽത്താൻ. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഉറക്കെ പറയും, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഒരു തികഞ്ഞ മുനീറുമായിരുന്നു ബഹുമാനപ്പെട്ട. ഇവിടെ വരാറുണ്ടായിരുന്നു, ഈ ജിഫ്രി ഹൗസിൽ വരാറുണ്ടായിരുന്നു. ജിഫ്രി ഹൗസിൽ പടയോടുകൂടെ വന്നു. അവിടെ ഒരു ദിക്ർ ഹൽഖ നടക്കുകയായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ വന്നു. പടയുമുണ്ട്. ആകെ ഒരു 10 പറ കൊള്ളുന്ന ഒരു പാത്രത്തിലാണ് ചോറ് വെച്ചത്. അവിടെ കൂടി ആ ദിക്റിൽ കൂടി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പട്ടാളത്തോടു കൂടി ടിപ്പു സുൽത്താൻ വന്നു. എന്ത് ചെയ്യുമെന്ന് ആദ്യമായി എല്ലാവർക്കും. അപ്പോൾ തങ്ങൾ ഇറങ്ങി വന്ന് ഒരു പിടി അരി കൂടെ എടുത്തിട്ട് ചോറ്റിലേക്ക് ഇട്ടു. എല്ലാവർക്കും വിളമ്പിക്കൊടുത്തോളൂ, പാത്രം കൊട്ടിക്കളയരുത് എന്ന് പറഞ്ഞു. ഇതുപോലത്തെ ചില വിഷയങ്ങൾ നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. നമ്മളെ മുൻഗാമികൾ മാനവബോധത്തിൽ അധിഷ്ഠിതമായ മതത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയവരായിരുന്നു. ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ കാണുന്നത്. നിറഞ്ഞ ഒരു വിശ്വാസിയ, ആ നിറഞ്ഞ വിശ്വാസിക്ക് ഇതിന് കഴിയുന്നത് അള്ളാഹുവിൻ്റെ ഖുർആന്റെ സാക്ഷ്യപത്രം അതാണ് എന്നതുകൊണ്ട്. പോകട്ടെ, കേരളത്തിൽ ഇസ്ലാമിന്റെ പ്രചാരണത്തിന് ഏറ്റവും അധ്വാനിച്ച ഒരാളാണല്ലോ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ. മുസ്ലിം ലീഗ് ചരിത്രകഥകൾ എന്ന പുസ്തകത്തിൽ നിന്ന് ഞാൻ വാക്കുദ്ധരിക്കാം, വാക്ക് എടുത്തു പറയാം, ശ്രദ്ധിക്കണം. RSSകാരനും ആരാധകനായി. സ്ഥലം ചാവക്കാട് ടൂറിസ്റ്റ് ബംഗ്ലാവ്. അവിടെ ഗഹനമായ ചർച്ചയിലാണ് അവർ ഹിന്ദു മുസ്ലിം നേതാക്കന്മാർ. മണത്തല സംഭവം ആളിക്കത്തുന്ന സമയം ചാവക്കാട് ടിപ്പു സുൽത്താൻ റോഡിലൂടെ വാദ്യാഘോഷയാത്ര പോയ ഹൈന്ദവ സഹോദരന്മാർ മണത്തല ജുമാഅത്ത് പള്ളിക്ക് മുമ്പിലെത്തിയപ്പോൾ വാദ്യാഘോഷങ്ങൾക്ക് വീര്യം കൂട്ടി. ഇത് സംഘർഷത്തിനിടയാക്കി. ഹിന്ദു മുസ്ലിം വൈര്യത്തിന്റെ കനലുകൾ അങ്ങിങ്ങ് പ്രത്യക്ഷപ്പെട്ടു. ചെറിയ ഒരു കാറ്റടിച്ചാൽ മതി തീ ഒന്നായി ആളിക്കത്താൻ. സംഘർഷം മൂർച്ഛിച്ച മണത്തലയിലേക്ക് സമാധാന സന്ദേശവുമായി ഓടിയെത്തിയതാണ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖ് തങ്ങൾ. ഹിന്ദുക്കളുടെ ഇടയിൽ ചെന്ന് സമാധാന ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ച കേളപ്പജിയെ കൂക്കിവിട്ട ജനസംഖ്യർക്കിടയിലേക്കാണ് ബാഫഖ് തങ്ങൾ സ്നേഹതയുമായി എത്തുന്നത്. ശ്രദ്ധിക്കണേ, ഹിന്ദുക്കളുടെ ഇടയിൽ ചെന്ന് സമാധാന ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ച കേളപ്പജിയെ കൂക്കിവിട്ട ഹൈന്ദവ സംഘർക്കാർക്കിടയിലാണ് ബാഫഖ് തങ്ങൾ സ്നേഹദൂതുമായി എത്തുന്നത്. വർഗീയാഗ്നിയിലേക്ക് തള്ളിവിടാതെ ഇരു സമുദായത്തെയും രക്ഷപ്പെടുത്തണം, അതിനുള്ള വഴി മെനയുകയാണ് അവർ. സംഭാഷണത്തിനിടയ്ക്ക് നമസ്കരിക്കാൻ സമയമായാൽ ഏത് സ്ഥലത്ത് വെച്ചും ഉടനെ നമസ്കരിക്കുന്ന ബാഫഖ് തങ്ങൾ പുറത്തിറങ്ങി അഗ്നശുദ്ധി വരുത്തുവാൻ പോയി. ഉടനെ റൂമിൽ തിരിച്ചെത്തിയ ബാഫഖ് തങ്ങളോട് നിസ്കാരം ഇത്ര എളുപ്പത്തിൽ കഴിഞ്ഞോ എന്ന് കേളപ്പജി ചോദിച്ചു. നിസ്കാരം കഴിഞ്ഞില്ല എന്നും അവിടെ അംഗശുദ്ധി വരുത്താൻ കുളിമുറിയിൽ വെള്ളമില്ലെന്നും ബാഫഖ് തങ്ങൾ മറുപടി പറഞ്ഞു. ഇത് കേട്ട ഒരു RSS പ്രവർത്തകൻ ബാഫഖ് തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളപ്പാത്രം വാങ്ങി എവിടെ നിന്നോ വെള്ളവുമായി വന്നു. മാത്രമല്ല തങ്ങൾക്ക് ഉളു ചെയ്യുവാൻ വെള്ളം ഒഴിച്ചു കൊടുക്കാനും ആ ഹൈന്ദവ സഹോദരൻ തുനിഞ്ഞു. സമാധാന ശ്രമത്തിന് വന്ന കേളപ്പജിയുമായി നിസ്സഹകരിക്കുകയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാത കൈവിട്ട് ഇനി അടുത്ത പള്ളികളുടെ മുന്നിലൂടെ ചെണ്ടകൊട്ടി പോകാനും വർഗീയ വൈരം കത്തിക്കുവാനും ശ്രമിക്കുന്ന RSSകാരൻ ബാഫഖ് തങ്ങൾക്ക് ഉളൂ ചെയ്യാൻ വെള്ളം കൊണ്ടുവരിക മാത്രമല്ല അത് ഒഴിച്ചു കൊടുക്കുവാൻ പോലും സന്നദ്ധമായത് പരിശുദ്ധ വ്യക്തിത്വത്തിന്റെ ആകർഷണമായിരുന്നു. മുസ്ലിം ലീഗ് ചരിത്രകഥകൾ 84-85. ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട വളരെ മർമ്മപ്പെട്ട ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഇതാണ് ഇസ്ലാം എന്ന് ബാഫഖ് തങ്ങൾ പഠിപ്പിച്ചു. ആ മനുഷ്യനാണ്